ബഹുമാന്യരായ സുഹൃത്തുക്കളെ, അങ്ങനെ ഒരുവൻ മുകളിലുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംസാര വിഷയമായി ഞാൻ ഇതിൻ്റെ ഭാരവാഹികൾക്ക് നൽകിയത്. അങ്ങനെ ഒരുവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദൈവം അല്ലെങ്കിൽ ഒരു അള്ളാഹു ഇങ്ങനെ വാനലോകത്തുനിന്ന് നമ്മെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഈ വിവാഹ പരസ്യങ്ങൾ അല്ലെങ്കിൽ ഇക്കാലത്ത് ഓൺലൈനിലൊക്കെയുള്ള ഡേറ്റിംഗ് സൈറ്റുകൾ അതിലൊക്കെ നോക്കിയാൽ ഗോഡ് ഫിയറിങ് ബോയ് അല്ലെങ്കിൽ യുവതികളെ പറ്റിയാണെങ്കിലും ഗോഡ് ഫിയറിങ് ആണ്, ദൈവ ഭയമുള്ള ചെറുപ്പക്കാരിയാണ് എന്ന് പറയുന്നത് വലിയ ഒരു മെറിറ്റായിട്ടാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഒട്ടുമുക്കാൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും യൂറോപ്പിൽ അങ്ങനെ കാണില്ല, ദക്ഷിണ അമേരിക്കയിലും ഒക്കെ ദൈവവിശ്വാസം വലിയൊരു ഗുണമായിട്ടാണ് ആളുകൾ കാണുന്നത്. അപ്പം ഞാൻ നിങ്ങളോടിപ്പോൾ ഒരു നിരീശ്വരവാദമാണ് സംസാരിക്കാൻ വേണ്ടി പോകേണ്ടത്. അത് പറയുന്നതിന് മുമ്പായി ഇപ്പോൾ മുസ്ലിം സമൂഹത്തിൽ ഒട്ടുമിക്കാൽ മതസംഘടനകളും അവർക്ക് വേണ്ടി പ്രബോധന പ്രവർത്തനം എന്ന് പറഞ്ഞ് അത് നടത്തുന്ന ഇസ്ലാമിസ്റ്റുകളും ഇന്ന് ഉയർന്നു വരുന്ന സ്വതന്ത്ര ചിന്തയുടെയും ഭൗതികവാദത്തിൻ്റെയും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് അവർക്കുള്ളത്. ഉള്ള ആളുകളെ, ഉള്ള അനുയായികളെ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയും എന്ന ഭഗീരഥ പ്രയത്നത്തിലാണ് അവരുള്ളത്. അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇസ്ലാമിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ പറയുകയാണ്, ഈ നാസ്തികർ, നിരീശ്വരവാദികൾ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകര് ഇവരൊക്കെ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് മുസ്ലിങ്ങളെയും ഇസ്ലാം മതത്തെയും മാത്രമാണ്. മറ്റുള്ളത് പറയുന്നുണ്ടെങ്കിലും ഇതാണ് അവരുടെ ഊന്നൽ. ഇതിലൂടെ വർഗീയവാദങ്ങൾക്ക് വളം വെച്ച് കൊടുക്കുകയാണ്, മുസ്ലിങ്ങൾക്ക് നേരെ വിദ്വേഷവും അതുപോലെ തന്നെ അവമതിപ്പും ഒരു അപരിഷ്കൃത സമൂഹമാണെന്ന ഒരു ചിന്ത, ഒരു പൊതുബോധം വളർത്തുന്ന ഒരു ശ്രമത്തിലാണ് നാസ്തികർ എന്നതാണ് ഇസ്ലാമിസ്റ്റുകൾ ഉന്നയിക്കുന്ന ഒരാരോപണം. അത് മുസ്ലിം സമൂഹത്തിൽ കുറച്ചൊക്കെ യേശുന്നുമുണ്ട്. എന്നോട് തന്നെ വ്യക്തിപരമായി പല ആളുകളും ഇങ്ങനെയൊക്കെയല്ലേ കാണുന്നത് എന്ന് പറയാറില്ല. നേരത്തെ ഡോക്ടർ ബിനീഷ് ഇവിടെ സംസാരിച്ച ഒരു കാര്യം വളരെയധികം ഗൗരവമർഹിക്കുന്ന, അങ്ങേയറ്റം ആശങ്കയുണർത്തുന്ന ചില കാര്യങ്ങളാണ്. അതായത് രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികളുടെ സിലബസ് പടിപടിയായി വർഗീയവൽക്കരിക്കുകയും അന്ധവിശ്വാസം പഠിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന CBSE സ്കൂളുകളിൽ മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ പാഠ്യപദ്ധതിയിലേക്കും അത് കടന്നു കയറുകയാണ്. ഇപ്പോൾ തമിഴ്നാടും പശ്ചിമ ബംഗാളും ഒഴികെ കേരളം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു വിഷമാവസ്ഥയിലാണ്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം അന്ധവിശ്വാസങ്ങളും കുട്ടികളെ നൂറ്റാണ്ടുകൾ
മുമ്പുള്ള കാട്ടാള യുഗത്തിലേക്കും തിരിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ വരുന്നത്. ഇവിടെ സ്വതന്ത്ര ചിന്തകരും നാസ്തികരുമൊക്കെ ഏറ്റവും ഗൗരവത്തിൽ വിമർശിക്കേണ്ടതും അത് തുറന്നു കാട്ടേണ്ടതുമായ ഈ സന്ദർഭത്തിൽ പോലും ഈ രംഗത്തുള്ള പല ആളുകളും ചിലപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന അവർ അങ്ങനെ വാദിക്കാൻ വളം വെച്ച് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് നിർഭാഗ്യവശാൽ ഇവിടെ സ്വീകരിച്ചു വരുന്നത്. ഇക്കാര്യത്തിൽ വളരെ വേദനയുള്ള ഒരാളാണ് ഞാൻ. മറ്റേതൊരു സമൂഹത്തെയും പോലെ ഒരു സമുദായത്തെയും പോലെ അത്ര മോശപ്പെട്ട ഒരു സമുദായമൊന്നുമല്ല മുസ്ലിംകൾ. അവരിൽ ധാരാളം നല്ലൊരു ശതമാനം, കുറച്ച് ശതമാനം ക്രിമിനലുകളുണ്ടാകാം, പക്ഷെ നല്ലൊരു ശതമാനം ജനങ്ങളിൽ സാഹോദര്യവും ഔദാര്യശീലവും വിശാല മനസ്കതയും ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. ഞാൻ എൻ്റെ ചില നാടൻ ഓർമ്മകൾ പറയുകയാണ്. വലിയ ദാരിദ്ര്യമുള്ള ഒരു കാലത്തായിരുന്നു ഞങ്ങളൊക്കെ LP സ്കൂളിൽ പോയത്. ഒരു നേരത്തെ ഭക്ഷണം മിക്കവാറും സാധാരണക്കാർക്ക്, കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുക വളരെ പ്രയാസമായിരുന്നു. നല്ല ധനികന്മാരുടെ വീട്ടിൽ മാത്രമേ സുഭിക്ഷമായ ഭക്ഷണമുണ്ടായിരുന്നു. അക്കാലത്ത് എൻ്റെ നാട് പെരിങ്ങത്തൂരാണ്. അവിടെ പുല്ലൂക്കര ഒരു ഇടത്തിൽ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന നല്ല ധനികനായ ഒരു മനുഷ്യനാണ്. അക്കാലത്ത് ഒരു വില്ലീസ് ജീപ്പ്, ഒരു ടെലഫോൺ, ഇതൊക്കെ അദ്ദേഹത്തെ പോലുള്ള അപൂർവം ആളുകളുടെ വീട്ടിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഇടത്തിൽ അഹമ്മദ് ഹാജിയുടെ ശീലം എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ അദ്ദേഹം വീട്ടിൻ്റെ മുമ്പിലുള്ള റോഡിൽ ഇറങ്ങി നിൽക്കും. എന്നിട്ട് ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ വല്ല മത്സ്യവും ചുമന്നു പോകുന്ന ഏതെങ്കിലും അങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളികളോ ഏതെങ്കിലും ഒരാളെ കാണുന്നത് വരെ അദ്ദേഹം അവിടെ നിൽക്കും. എന്നിട്ട് അവരെ കണ്ടാൽ വാ നമുക്ക് കത്തലടക്കാം, അങ്ങനെ ആ കാലത്ത് പറയുക. അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ടുപോയി ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാളെ ഞാൻ ഓർത്തു പോവുകയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആ കാലത്ത് എന്താണ്, മുന്തിയ മത്സ്യം അല്ലെങ്കിൽ ആട്ടിറച്ചി, ഇങ്ങനെയുള്ള വിഭവങ്ങളാണ് ഒരു പാവപ്പെട്ട മനുഷ്യന് വേണ്ടി ഇദ്ദേഹം നിത്യേന നൽകി വരുന്നത്. അദ്ദേഹം മാത്രമല്ല, എൻ്റെ നാട്ടിൽ തുണ്ടിയിൽ എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട്. തുണ്ടിയിൽ അഹമ്മദ് ഖാൻ, അദ്ദേഹത്തിൻ്റെ പിതാവ്, അവരൊന്നും തനിച്ച് ഭക്ഷണം കഴിക്കില്ല. എപ്പോഴും 5-6 പേര് ആൾക്കാർക്ക് കൂടെ വിളിച്ച് ഭക്ഷണം നൽകുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ നല്ല കാര്യത്തിന് ചെലവഴിക്കുന്നതിൽ മുസ്ലിങ്ങളിൽ ഒരു ഔദാര്യശീലം മുമ്പേ ഉള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് പലരും ഇത്തരത്തിലുള്ള ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നത്. ഇന്ന് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ അവസ്ഥ എന്താണ്? മുസ്ലിങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുവാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് സച്ചാർ കമ്മീഷൻ പറയുന്നത്, ഇന്ത്യ രാജ്യത്ത് ഷെഡ്യൂൾഡ് കാസ്റ്റിനേക്കാളും ഷെഡ്യൂൾഡ് ട്രൈബ്സിനേക്കാളും ദയനീയമായ അവസ്ഥയാണ് മുസ്ലിങ്ങളുടേത്. നമ്മുടെ ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങളെ കണ്ട് നമുക്ക് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ അളക്കാൻ പറ്റില്ല. ഉത്തരേന്ത്യയിലുള്ള അവസ്ഥ അങ്ങനെയാണ്. അവർക്ക് വലിയ, ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന അവസ്ഥകളെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിന് വലിയ പരാതികളുണ്ട്. നിയമത്തിൻ്റെ മുമ്പിൽ നമുക്ക് യാതൊരു സ്ഥാനവുമില്ല. ബാബരി മസ്ജിദിൻ്റെ വിധി നമ്മളെല്ലാം കണ്ടതാണ്. ബാബരി മസ്ജിദ് സംഭവത്തിന് ശേഷം
ഇനി അതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി 1995 ഒരു ആരാധനാലയ സംരക്ഷണ ബിൽ കൊണ്ടുവന്നിരുന്നു. അതിൽ പറയുന്നത് 1947 നിലവിലുള്ള ഒരു ആരാധനാലയത്തിന് എതിരിൽ ആർക്കും പുതിയൊരു അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ നിയമത്തിൻ്റെ കാതൽ. അതുപോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലെ ഒരു സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജി 3-4 ദിവസം മുമ്പ് പറഞ്ഞത് നിങ്ങളൊക്കെ വായിച്ചിരിക്കും. അദ്ദേഹം എന്താ പറഞ്ഞത്? നമ്മുടെ കോടതികൾ വിധി പുറപ്പെടുവിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇംഗിതം അനുസരിച്ചായിരിക്കണം. അതിരിക്കട്ടെ, സുപ്രീം കോടതിയിൽ തന്നെ ഈ പുതിയ കാശിയിലെ വാരണാസിയിലെ പള്ളിയെ സംബന്ധിച്ച് വന്ന ഒരു കോടതി നടപടിക്രമത്തിൽ സുപ്രീം കോടതി പ്രഗത്ഭനായ നീതിമാനായിട്ട് അറിയപ്പെടുന്ന ജസ്റ്റിസ് ചന്ദ്രചൂഡ് പോലും ഈ നിയമത്തിന് വിരുദ്ധമായ രീതിയിൽ പെരുമാറിയപ്പോൾ അത് സംബന്ധമായി പ്രശസ്ത TV ചാനൽ അവതാരകനായ കരൺ താപ്പർ ഇന്ത്യയിലെ ഏറ്റവും ഒരു സീനിയർ അഭിഭാഷകനായ ദുഷ്യന്ത് ദവേ, സുപ്രീം കോടതി അഭിഭാഷകനാണ്, അദ്ദേഹവുമായി നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാം. നമ്മുടെ ഈ കോടതിയുടെ, അതായത് നഗ്നമായ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഈ നിയമലംഘനം, ആ വിഷയം പറയുമ്പോൾ ദുഷ്യന്ത് ദവേ പൊട്ടിക്കരഞ്ഞു. അതാണ് ഇന്നത്തെ അവസ്ഥ. ഗുജറാത്ത് വർഗീയ ലഹള, അതിൽ ഇരകളായ ആളുകൾക്ക് വേണ്ടി അവരുടെ പക്ഷത്ത് നിലനിന്നതിൻ്റെ പേരിലാണ് RB ശ്രീകുമാറും റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ, അതുപോലെ തന്നെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയായ ടീറ്റ സെറ്റിൽവാദ്, അവരൊക്കെ ജയിലിലടക്കപ്പെട്ടു. അപ്പം മുസ്ലിം ന്യൂനപക്ഷവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുണ്ട്. മുസ്ലിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഒരിക്കലും ബുദ്ധിപരമായ ഒരു നീക്കം മുസ്ലിം മത നേതാക്കളുടെ പക്ഷത്ത് നിന്നല്ല ഉണ്ടാകുന്നത്. ഇതുപോലുള്ള നിസ്വാർത്ഥരായ നല്ല ഇതര സമുദായത്തിൽപ്പെട്ട നല്ല വ്യക്തികളാണ് മുസ്ലിങ്ങളുടെ റൈറ്റ് കോസിന് വേണ്ടി ഇവിടെ ശബ്ദമുയർത്താനും ത്യാഗം സഹിക്കാനും തയ്യാറാകുന്നത് എന്ന ഒരു കാര്യമാണ്. പൗരത്വ ഭേദഗതി ബില്ല്, അതിൻ്റെ പേരിൽ ഡൽഹിയിൽ വലിയ ധർണയും പ്രക്ഷോഭമൊക്കെ അരങ്ങേറി. അവിടെ കണയ്യകുമാർ, ചന്ദ്രശേഖർ ആസാദ്, ഇങ്ങനെയുള്ള ഒരുപാട് യുവ നേതാക്കന്മാർ അതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സമരത്തിലുള്ള ഇസ്ലാമിസ്റ്റുകളായ മുസ്ലിം നേതാക്കൾ അവിടെ ഒരു കാര്യം ചെയ്തു. അവർ മുദ്രാവാക്യം വിളിക്കുന്നതിന് പകരം അല്ലാഹു അക്ബർ, ഇതാണ് അവിടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതോടെ ആ സമരം അവസാനം അത് പരാജയപ്പെട്ടു. ഞാൻ പറയുന്നത് മനുഷ്യാവകാശത്തിൻ്റെ പേരിലുള്ള നീതി നിഷേധത്തിൻ്റെ പേരിൽ ഇതൊക്കെ രാഷ്ട്രീയമായും നിയമപരമായും നടത്തേണ്ട നടപടികൾക്ക് പകരം അതിനെ മതവിഷയമാക്കിയും ഒരുതരം ഒരു ജിഹാദ് വിളിയാക്കി മാറ്റുന്ന അങ്ങേയറ്റം ബുദ്ധി മോശമാണ് ഈ മുസ്ലിം മതസംഘടനകളുടെ നേതാക്കൾ ഇതുവരെ കാണിച്ചത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? മുസ്ലിം ന്യൂനപക്ഷത്തിന് ഉള്ളതും നഷ്ടപ്പെടുകയാണ്.
സ്വന്തം വീടുകളിൽ നിന്ന് ഓടിക്കപ്പെട്ട ഫലസ്തീൻ ജനത അവരുടെ പക്ഷത്താണ്. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടണം, അവരെ പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യത്തിലാണ് ലോകമെമ്പാടുമുള്ള ജനത, ഭൂരിപക്ഷം രാഷ്ട്രങ്ങൾ. പക്ഷേ ആ സമയത്ത് ഹമാസ് അവരുടെ അവരുടെ അങ്ങേയറ്റം ക്രൂരവും ബുദ്ധിശൂന്യവുമായ നടപടി മൂലം ഫലസ്തീനികളെ വീണ്ടും നരക തുല്യമായ കൂട്ടനാശത്തിലേക്ക് അത് നയിക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇതൊന്നും വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് ഈ മുസ്ലിം സമുദായ നേതൃത്വം പറയുന്നതിനനുസരിച്ച് നിങ്ങളത് വിശ്വസിക്കുകയോ അത് പിന്തുടരുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് ഈ മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരായ ആളുകളോട് അങ്ങേയറ്റം സ്നേഹത്തിൻ്റെ പേരിൽ എനിക്ക് പറയാനുള്ളത്. ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഇസ്ലാം മത വിശ്വാസികളിൽ ഒരു ദിക്റുണ്ട്. ദിക്ർ എന്ന് പറഞ്ഞാൽ കീർത്തനം, ഇങ്ങനെ ചൊല്ലുക. അത് വലിയ പുണ്യമുള്ളതെന്ന് മാത്രമല്ല, അതുകൊണ്ട് അള്ളാഹു അത് കേൾക്കും, നമുക്ക് പ്രയോജനം കിട്ടും എന്നാണ് വിശ്വാസം. അതിൽപ്പെട്ട ഒരു ദിക്റാണ് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി. നിഅമൽ വക്കീൽ, എത്ര നല്ല കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നവനാണ് അവൻ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ, എത്ര നല്ല സംരക്ഷകനാണ്, എത്ര നല്ല യജമാനനാണ്. അതുപോലെ തന്നെ നിഅമൻ നസീർ, എത്ര നല്ല സഹായിയാണ്. ഇത് അടിയുറച്ച് വിശ്വസിച്ച് ഇതുപോലെ ചൊല്ലിയ ആളാണ് ഞാൻ. പക്ഷെ അതൊക്കെ വെറും ബുദ്ധിമോശം എന്നല്ലാതെ നമ്മളൊക്കെ എങ്ങനെയോ അതൊക്കെ കേട്ട് വിശ്വസിച്ചു പോയി. എവിടെ സഹായിക്കാൻ കഴിയും? എവിടെ സഹായിക്കാൻ കഴിയും? വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഖുർആനിൽ പറയുകയാണ്, എന്താ, വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കൽ എൻ്റെ ബാധ്യതയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. എവിടെ സഹായിക്കുന്നു? ലോകത്ത് ദ മോസ്റ്റ് പെർസിക്യൂട്ടഡ് എത്നിക് ഗ്രൂപ്പ് ഇൻ ദ വേൾഡ്, ലോകത്ത് ഏറ്റവും അധികം ഹിംസിക്കപ്പെടുന്ന ഒരു വംശീയ വിഭാഗം ആരാണെന്ന് വെച്ചാൽ ബർമയിലെ, അതായത് ഇപ്പോഴത്തെ മ്യാൻമാറിലെ രോഹിംഗ്യ മുസ്ലിങ്ങളാണെന്നാണ്. അവിടുത്തെ സൈന്യം അവരെ കുടിലുകൾ തീയിടുന്നു, ആട്ടിയോടിക്കുന്നു, വെടിവെച്ച് കൊല്ലും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ പല ഭാഗത്തും ഓടുന്നു. ചിലർ കടലിൽ കൂട്ടത്തോടെ മരിക്കുന്നു, ചിലർ വനാന്തരങ്ങളിൽ വെച്ച് രോഗം പിടിച്ച് മരിക്കുന്നു. കുറേ പേർ ബംഗ്ലാദേശിലും ഇന്ത്യയിലൊക്കെ എത്തുന്നു. അവരെ പോലെ കഷ്ടപ്പെടുന്നത് ഈ പറയുന്ന ഫലസ്തീനിലുള്ള ഗസയിലുള്ള ഫലസ്തീനുകൾ പോലും അത്ര കഷ്ടപ്പെടുന്നില്ല. അവരെന്ത് ചെയ്യണം? ലോകത്ത് അവരെ സംരക്ഷിക്കാൻ ഒരാളുമില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. എന്തുകൊണ്ട്? അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൂടെ? 3 പ്രാർത്ഥന ഞാൻ തൽക്ഷണം സ്വീകരിക്കും, അള്ളാഹു തൽക്ഷണം സ്വീകരിക്കൂ എന്നാണ് മുഹമ്മദ് നബി ഒരു ഹദീസിൽ പറയുന്നത്. അതിൽ ഒരു പ്രാർത്ഥന ആരുടേതെന്ന് വെച്ചാൽ മർദ്ദിതൻ്റെ പ്രാർത്ഥനയാണ്. ഇവരെക്കാൾ മർദ്ദിതരായിട്ടുള്ള ഒരു ജനവിഭാഗം ആരാണുള്ളത്? വേണ്ട സമയത്തൊന്നും ഒരു സഹായവും ഇതുവരെ ചരിത്രത്തിൽ നിങ്ങൾ എവിടെ നോക്കിയാലും ഇതുവരെ ആർക്കും ഒരു സഹായവും കിട്ടിയിട്ടില്ല എന്നാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സാധാരണക്കാരനായ ആൾക്കാരോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്.
സ്നേഹത്തിൻ്റെ പേരിലാണ്. ഞാൻ എൻ്റെ യുക്തിവാദം പ്രചരിപ്പിക്കുക എന്നല്ല ഉദ്ദേശം. നിങ്ങൾ വിഡ്ഢിത്തത്തിൽ കെണിയരുത്. നിങ്ങൾ പ്രായോഗികമായ അതുപോലെ തന്നെ നിയമപരമായ ലോകത്ത് ഒരു ആഗോള കാഴ്ചപ്പാട്, ഭൗതിക കാഴ്ചപ്പാട് അതൊക്കെ ഉള്ളവരായി മാറി പുരോഗതിയിലേക്ക് മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 2 മാസം മുമ്പ് ഒരു പെൺകുട്ടി എന്നെ രാത്രി ഫോണിൽ വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അയൽവാസി നസീമ എന്ന ഒരു സ്ത്രീയുടെ 2 മക്കളിൽപ്പെട്ട, കല്യാണം കഴിഞ്ഞ 2 മക്കളിൽപ്പെട്ട ഒരു മകളാണ് വിളിക്കുന്നത്. ഞാൻ 2 വർഷം ധർമ്മടത്ത് താമസിച്ചപ്പോൾ അവരായിരുന്നു എൻ്റെ അയൽവാസികൾ. നല്ല സൽസ്വഭാവിയായ ഒരു സ്ത്രീയാണ് നസീമ. അവരെയും അവരുടെ മക്കളെയും ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ 2 വർഷത്തിന് ശേഷം ഞാൻ താമരശ്ശേരിയിലേക്ക് മാറി. ഒരുപാട് ദൂരം അകലെയാണെങ്കിലും ആ ബന്ധം അങ്ങനെ തുടർന്നു വന്നു. ഞാൻ തലശ്ശേരി ഭാഗത്ത് പോയാൽ അവരെയും ഒന്ന് പോയിട്ട് കാണും. ഇപ്പം 2 മാസം മുമ്പ് നസീമയുടെ മകള് റസീന എന്നെ വിളിച്ച് പറയാണ്, ഇങ്ങനെ ഉമ്മാക്ക് സുഖമില്ലാതായി. അങ്ങനെ അതൊക്കെ ഇന്ന ആളുകൾക്കെല്ലാം കാണിച്ചു, പരിശോധന നടത്തി. അപ്പോൾ ഇപ്പം മനസ്സിലായി, അതിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് ക്യാൻസറാണെന്നാണ്. അപ്പോൾ അതെനിക്ക് വല്ലാത്ത ദുഃഖമായി. ഞാൻ ചോദിച്ചു, അത് ഏത് സ്റ്റേജിലുള്ളതാണെന്ന് പറയോ? അപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞു, 4ാമത്തെ സ്റ്റേജാണ്. എന്ത് ചെയ്യും? ഇപ്പം വല്ലാത്ത ആ സംസാരത്തിനിടയ്ക്ക് ഈ കുട്ടി എന്നോട് പറയാണ്, സുലൈമാനിക്ക, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. അത് 2 പ്രാവശ്യം പറഞ്ഞു എന്നോട്. ഞാൻ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് വേണമെങ്കിൽ മോളെ അങ്ങനെ മുകളിൽ ഒരാളില്ല എന്ന് അവരോട് പറയാം. പക്ഷെ അത് ശരിയുണ്ടോ? ദുഃഖാകുലയായ ഒരു മകള് ഇങ്ങനെ എന്നോട് വിളിച്ചു പറയുന്ന സമയത്ത് ഞാൻ വേഗം എൻ്റെ യുക്തിവാദം അവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശവത്തിൽ കുത്തുന്ന മാതിരി. അല്ല, ഞാൻ അവരോട് പറഞ്ഞതാണ്, ഞാൻ പണ്ടുള്ള പോലത്തെ ആളല്ല എന്നൊക്കെ. അവിടെ നിന്ന് താമസം മാറി ഒരു 6 മാസം കഴിയുന്നതിന് മുമ്പേ ഞാൻ യുക്തിവാദിയായി മാറി. ആ വിഷയമൊക്കെ അവരോട് പറഞ്ഞതാണ്. പക്ഷെ എങ്കിലും അവരത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് സുലൈമാനിക്ക് ദുആ ചെയ്യണേ എന്ന് പറയുന്നത്. ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ, ഉമ്മൻ്റെ രോഗം ശമിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വിഷയം ഇന്ന് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം, ഇതുപോലെ നിഷ്കളങ്കമായി ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഈ കുട്ടിയെ പോലെ ഈ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്ന് പറയുകയാണ് എൻ്റെ ഉദ്ദേശം. ചില ഇസ്ലാമിസ്റ്റുകളായ ചില ആളുകൾ ഈ അടുത്ത കാലത്തായി വ്യക്തിപരമായിട്ട് തന്നെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരി, അങ്ങനെ ഒരു ഈശ്വരൻ ഇല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഗതികൾ നോക്കിയാലും ഒരു വലിയ ആസൂത്രണം അതിൻ്റെ പിന്നിൽ കാണുന്നില്ലേ? ഒരു വലിയ ആസൂത്രണം. അത് ജീവജാലങ്ങൾ, ഒരു ഓന്ത്, അതിന് ഒരു ഭീഷണി ഉണ്ടായാൽ അത് ചുകക്കുന്നു. പശുക്കിടാവ് അതിൻ്റെ അമ്മയുടെ അകിടിലേക്ക് പോയി അതിൻ്റെ ഉള്ളിൽ പാലുണ്ടെന്ന്, എനിക്ക് കുടിക്കാൻ പറ്റിയ പാലുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നു? അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ഇന്റലക്ച്വൽ ഡിസൈനർ, പിന്നിൽ ഒരു വലിയ സംവിധായകനില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് അവർ ചോദിക്കുക. അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം ഇതൊക്കെ പരിണാമ സിദ്ധാന്തം വായിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇതുപോലെ ചലിക്കുന്നത് എന്നതാണ് വാസ്തവം.
പക്ഷേ എല്ലാവർക്കും ഇപ്പം പരിണാമ സിദ്ധാന്തം പഠിപ്പിച്ചു കൊടുക്കുക ക്ഷിപ്രസാധ്യമല്ല. നിങ്ങളോട് ഞാൻ പറയുന്നു, അങ്ങനെ ഒരു സംവിധായകൻ ഇല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മഹാശക്തി ഈ പ്രപഞ്ചത്തിന് പിന്നിലില്ലേ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു. നിങ്ങൾ പരിണാമ സിദ്ധാന്തം പഠിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഈ പരാശക്തിയാണ് അല്ലാഹു, അല്ലെങ്കിൽ പരമശിവൻ, അല്ലെങ്കിൽ യഹോവ എന്ന് അവൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മതം അവൻ ഉണ്ടാക്കിയതാണോ? ഈ മഹാശക്തി ഉണ്ടാക്കിയതാണോ? മതം മനുഷ്യരല്ലേ ഉണ്ടാക്കിയത്? ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒന്നാണോ? ഇത്ര വലിയ ഖുർആനിലായാലും മറ്റു മതഗ്രന്ഥങ്ങളിലായാലും ദൈവത്തെ പറ്റി പറയുന്നത് ദൈവം പരമകാരുണികനാണ്, സർവശക്തനാണ്, സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള മഹാകാരുണ്യവാനായ ഈ ദൈവം എന്തിനാണ് വികലാംഗരായ, അതുപോലെ തന്നെ നമുക്ക് ക്യാൻസർ സെന്ററിലൊക്കെ പോയാൽ കാണാം, 6 മാസം പോലും പ്രായമാകാത്ത കുഞ്ഞിൻ്റെ കണ്ണിനും തലച്ചോറിനൊക്കെ ക്യാൻസർ. അപ്പോ ഇത്ര വലിയൊരു പരാശക്തി എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ വൈകൃതങ്ങൾ ചെയ്യുന്നത്? എന്തിനാണ് നസീമയെ പോലുള്ള പാവപ്പെട്ട സ്ത്രീകളെ ഇത്ര ക്രൂരമായ രീതിയിൽ അവരുടെ രോഗങ്ങൾക്ക് ഇരയാക്കുന്നത്? പല നിയമങ്ങളും എന്തിനാണ് പുരുഷന്റെ കാര്യത്തിന്, പുരുഷാധിപത്യത്തിന് വേണ്ടി മാത്രം ഇങ്ങനെയുള്ള ഒരു പരാശക്തി നിയമം ഉണ്ടാക്കുക? എല്ലാ മതനിയമങ്ങളും എന്തിനു പറയുന്നു? അനന്തരാവകാശ നിയമം, ഇൻഹെറിറ്റൻസ്, അതൊക്കെ ആധുനിക ലോകം ഉണ്ടാക്കിയ നിയമങ്ങളാണ്, കുറ്റമറ്റ നിയമങ്ങൾ. ഇവിടെ മുസ്ലിങ്ങൾക്ക് ശരീഅത്ത് നിയമമാണ്. ഇപ്പോൾ ഹിന്ദുക്കൾക്കുള്ള നിയമം യഥാർത്ഥത്തിൽ ഹിന്ദു നിയമമല്ല, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായ കാലത്തുണ്ടാക്കിയ നിയമമാണ്. ഹിന്ദുക്കളുടെ നിയമത്തിലും ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഒരു ഹിന്ദുവായ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞതാണ്, അവർക്ക് സ്വത്തവകാശം ഇല്ല, പെൺകുട്ടികൾക്കില്ല, പുരുഷന്മാർക്ക്. ഇപ്പോൾ മുസ്ലിങ്ങൾ ഇപ്പോഴും അവർ ശരീഅത്ത് നിയമം തന്നെ വേണം, അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ വീട്ടിലുള്ള സ്ത്രീകൾ ഇത് ആത്മാർത്ഥമായാണോ ഇതിനു വേണ്ടി അവർ വാദിക്കുന്നുണ്ടോ? പരിശോധിക്കേണ്ടതാണ്. വെറും 2 ഉദാഹരണം ഞാൻ പറയാം. ഇസ്ലാം മതമാണ് അനാഥകളുടെ സംരക്ഷണത്തിന്. പ്രവാചകന്റെ ഒരു വചനമുണ്ട്, ഇത് അനാഥകളുടെ സംരക്ഷണത്തിനാണ് ഞാൻ വന്നത് എന്നാണ്. എന്നാൽ എന്താണ് അവസ്ഥ? യാഥാർത്ഥ്യം എന്താണ്? എനിക്ക് 3 മക്കളുണ്ട്. എനിക്ക് 3 മക്കളുണ്ട്. 3 പേരും കല്യാണം കഴിച്ച് 3 പേർക്കും മക്കളുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു മകൻ മരണപ്പെട്ടു പോയി. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഒരു മകൻ മരണപ്പെട്ടു പോയി. അതിനുശേഷമാണ് ഞാൻ മരിക്കുന്നത്. അപ്പൊ എൻ്റെ സ്വത്ത് ആർക്കൊക്കെ പോകും? ആർക്കാണ് അവകാശമായി കിട്ടുക? നിങ്ങൾ തഹസിൽദാരുടെ ഓഫീസിൽ പോയി ലീഗൽ എയർ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആവശ്യപ്പെട്ടാൽ ജീവിച്ചിരിക്കുന്ന 2 മക്കൾക്കുമാണ് എൻ്റെ സ്വത്തിൻ്റെ അവകാശം പോവുക. എന്നല്ലാതെ മരിച്ച ആളുടെ മകന്റെ അനാഥ കുട്ടികൾക്ക് ഒന്നും ലഭിക്കില്ല. ഇതാണ് അനാഥകളുടെ അവസ്ഥ. ഇപ്പോ ഇങ്ങനെ ഒരു പ്രപഞ്ച സൃഷ്ടിയായ, ഒരു പ്രപഞ്ചനാഥനായ, ഒരു സർവശക്തനായ ഒരു ദൈവം, കാരുണ്യവാനായ ഒരു ദൈവം, നീതിനിഷ്ഠനായ ഒരു ദൈവമാണെങ്കിൽ ഇങ്ങനത്തെ നിയമം ഉണ്ടാക്കും. വേറെ ഉദാഹരണം പറയാം.
ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി എങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും, അത് പെൺകുട്ടിയാട്ടെ ആർക്കാട്ടെ, എല്ലാവർക്കും പിതാവിൻ്റെ അവകാശം ലഭിക്കും. ഇനി ഒരാൾക്ക് ആൺമക്കളില്ല, എല്ലാം പെൺമക്കളാണ്, അല്ലെ ഒരു മകളാണ്, ഒരു മകൾ മാത്രമേ ഉള്ളുവെങ്കിൽ പിതാവിൻ്റെ സ്വത്തിൻ്റെ മുഴുവനും ഈ മകൾക്ക് കിട്ടില്ല, പകുതി മാത്രമേ കിട്ടൂ. പകുതി പോവുക ഈ മരിച്ച ആളുടെ ജ്യേഷ്ഠനും അനുജനും പെങ്ങൾക്കും അവർക്കെല്ലാം കൂടിയിട്ടാണ്. ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ള തലതിരിഞ്ഞ നിയമങ്ങൾ ഉണ്ടാക്കുക. ഇത് ഈ പ്രപഞ്ചനാഥനായ മേലെ ഇരിക്കുന്ന ഒരു അള്ളാഹുവാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഇതൊക്കെ നബിയായാലും മറ്റ് പ്രവാചകന്മാരായാലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പല സിദ്ധന്മാരായാലും ഇവരൊക്കെ മനുഷ്യർ മാത്രമാണ്. മനുഷ്യൻ ഉണ്ടാക്കിയ നിയമങ്ങളാണ്. എല്ലാ മത നിയമങ്ങളും നോക്കിയാലും പുരുഷന് വേണ്ടിയാണ്. ഞാൻ നേരത്തെ ഇന്തോനേഷ്യയിലെ നിയമം പറഞ്ഞു. അതുപോലെ ഈ മുസ്ലിങ്ങളുടെ ഈ ശരീഅത്ത് നിയമത്തിൽ സ്ത്രീകൾ പെൺമക്കൾക്കും ആൺമക്കൾക്കും ഒരുപോലെയല്ല അവകാശം കിട്ടുന്നത്. മകന് കിട്ടുന്നത് അവകാശത്തിൻ്റെ പകുതി മാത്രമേ മകൾക്ക് ലഭിക്കൂ. ഇങ്ങനെയൊക്കെയാണ്. ഇതൊന്നും ഒരു ദൈവം ഉണ്ടാക്കിയതല്ല. അങ്ങനെ മുകളിലൊരു ദൈവം ഉണ്ടെന്ന മിഥ്യാധാരണ നമ്മുടെ എല്ലാ പുരോഗതിയും, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നൈതിക വ്യവസ്ഥയും എല്ലാം അട്ടിമറിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവസാനമായി ഒരു കാര്യം പറയുന്നു. ഈ യുക്തി ചിന്ത, അതായത് റേഷണലിസം എന്തിനു വേണ്ടിയാണ്? ഇതാരായിട്ട് ഒന്ന് മസിൽ പിടിക്കാൻ വേണ്ടിയല്ല, മനുഷ്യൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്. അതിലേറ്റവും പല നിർവചനങ്ങളുമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിർവചനം, മാക്സിമം ഹാപ്പിനെസ് ടു മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ടു എവ്രിബഡി. എല്ലാവർക്കും പരമാവധി ജീവിതത്തിൽ സുഖമുണ്ടാക്കുക, ജീവിതം സുഖകരമാക്കുക എന്നതാണ് യുക്തിചിന്തയുടെ ലക്ഷ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.